ഇബ്നതഹു ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. അന്തഖൂല ഹാദ ദിക്രി, ഈ ദിക്ർ അവിടുന്ന് ചൊല്ലാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ തന്റെ വിരലിന്റെ കഷ്ണമാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് വാപ്പയോട് പറയുന്ന, വാപ്പാ, ജീവിതത്തിൽ വല്ലാത്ത ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമാ, എന്റെ കയ്യിലേക്കൊന്ന് നോക്കുവാപ്പാ, എന്റെ കയ്യിലേക്കൊന്ന് നോക്കുവാപ്പാ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കൈ മുഴുവനും തഴമ്പ് വന്നിട്ട് പൊട്ടിയിരിക്കുകയാണ്. അല്ലാഹുവേ, കുടുംബത്തിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധമാ അവിടെ കാണിച്ചു കൊടുക്കുന്നത്. വല്ലാത്ത ദുഃഖമാണ്, പ്രയാസമാണ്. എങ്കിലും അല്ലാഹുവേ, നാളെ രോഗത്തിന്റെ ജീവിതത്തിന്റെ സുഖത്തിന് വേണ്ടിയിട്ട് എല്ലാം അവിടുന്ന് മാറ്റിവെക്കുകയാണ്. ഹബീബായ തങ്ങൾ അവിടുന്ന് തന്റെ മകളോട് പറഞ്ഞതെന്താണെന്നറിയുമോ? മോളെ ഫാത്തിമ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും അവിടുന്ന് കടന്നു വരുന്നതാണ് പിന്നെ മോള്. ഇതൊക്കെ നാളെ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ വലിയ വലിയ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണമാ പ്രിയപ്പെട്ടവര്. തന്റെ മകളാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹു ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതല്ല, ഒരു മകളോട് തന്റെ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ് പെണ്ണ്. പല പ്രയാസങ്ങളും ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും പെണ്ണ് മോള്. അതെല്ലാം സഹിക്കുമ്പോഴാണ് ജീവിതത്തിന് വല്ലാത്ത മധുരമുണ്ടാകുന്നത് പെണ്ണ്. എപ്പോഴും സുഖിച്ചങ്ങ് ജീവിക്കാമെന്ന് കരുതിയിട്ടല്ല നീ പോകേണ്ടത്. എപ്പോഴും അങ്ങനെ സുഖിച്ചങ്ങ് ജീവിക്കാമെന്ന് കരുതിയിട്ടല്ല പോകേണ്ടത്. ജീവിതത്തിൽ സുഖങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അവിടുന്ന് കടന്നു വരികയാ. വലിയ വലിയ അനുഗ്രഹങ്ങളും നേട്ടങ്ങളും അവിടുന്ന് കടന്നു വരികയാണ്. എല്ലാം കൂടി കൂടുമ്പോഴാണ് പിന്നെ ഒരു കുടുംബം എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട പെങ്ങളെ, പ്രയാസപ്പെടേണ്ട പെങ്ങളെ, ജീവിതമെന്ന് പറഞ്ഞാൽ അതാണ് പെണ്ണ് മോള്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ഫാത്തിമ, ദിക്ർ ചൊല്ലിക്കോ ഫാത്തിമ, ഈ ദിക്ർ ചൊല്ലിക്കോ ഫാത്തിമ. നാളെ സ്വർഗത്തിന്റെ രാജ്ഞിയായി എല്ലാവരുടെയും നേതാവായി കടന്നു പോകേണ്ടവളല്ലേ, എല്ലാവർക്കും മാതൃകയാകേണ്ടവളല്ലേ, നാളെ സ്വർഗത്തിന്റെ കവാടത്തില് ഒന്നാമത്തെ സഫിൽ നിൽക്കേണ്ടവളല്ലേ. ഇങ്ങനെ വന്നുകൊണ്ട് പരാതി പറഞ്ഞാലോ, അതുകൊണ്ട് കടന്നു പോകൂ. അല്ലാഹുവിന്റെ പ്രവാചകർ തന്റെ മകളോട് എന്ന് പറയുകയാ, ഫാത്തിമ, ഈ ദിക്ർ അവിടുന്ന് ചൊല്ലിക്കോ ഫാത്തിമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജീവിതത്തിൽ ദുനിയാവിൽ ഒരു സമ്പത്ത് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, ജീവിതത്തിൽ ഒരുപാട് സമ്പത്തുകളും അനുഗ്രഹങ്ങളും വരാൻ വേണ്ടി പറഞ്ഞതല്ല. ദുനിയാവിന്റെ ജീവിതവും ആഖിറത്തിന്റെ ജീവിതവും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ അവിടെ പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ ചൊല്ലിയാ നല്ലൊരു മരണമാ പെങ്ങളെ നമുക്ക് ലഭിക്കുന്നത്, നല്ലൊരു മരണമാ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്താ ഉണ്ടാകുന്നത്. നമ്മുടെ മക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പോലുള്ള നല്ല ആനന്ദമാകുന്ന അനുസരണയുള്ള മക്കളായി നമ്മുടെ മക്കൾ വളരുന്നതാണ്. ഈ ദിക്ർ അവിടുന്ന് ചൊല്ലിക്കോ. ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം നീ ചൊല്ലിയാ മതി പെങ്ങളെ. ഈ ദിക്ർ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലണേ. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാണ്, പ്രയാസങ്ങളും ദുഃഖങ്ങളും പരിഭവങ്ങളും കടങ്ങളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവര് അല്ലാഹുവേ എടുത്തതാ മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്നപ്പോ എത്ര രോഗികളാ അവിടെ പല മാതിരിയുള്ള രോഗങ്ങളുമായി കടന്നു വന്നതാണ്. ക്യാൻസർ ഉള്ളവര്, ട്യൂമർ ഉള്ളവര്, കിഡ്നി സംബന്ധമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് അല്ലാഹുവേ രക്തം കയറ്റി ഇറക്കുന്ന സ്ഥലത്തേക്ക് കടന്നു ചെന്നപ്പോൾ ചെറിയ മക്കളടക്കം അവിടെ കിഡ്നി പോയിട്ട് കിടക്കുന്ന നിലവിളിക്കുന്ന അവസ്ഥയാണ്. പെങ്ങളെ, അതപ്പതിച്ചു പോയ പെങ്ങള്, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന പെങ്ങള്, ദുനിയാവാണ് എല്ലാ സുഖങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ മത്ത പിടിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, ഒരൊറ്റ രോഗം മതിയടി പൊന്നുമോളെ, ഒരൊറ്റ രോഗം മതിയടി. ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും അവിടെ നഷ്ടപ്പെട്ടു പോവുകയാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. ഒരൊറ്റ രോഗം മതിയടി പൊന്നുമോളെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദിക്ർ നിനക്ക് ചൊല്ലാൻ കഴിയുമോ? അല്ലാഹു
അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ഇവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഏതാ ദിക്ർ എന്നറിയുമോ? ചൊല്ലി നോക്ക്. യാ ഹയ്യു യാ ഖയ്യൂം يا حي يا قيوم برحمتك أستغيث أصلح لي شأني كله أصلح لي شأني كله ولا تكلني إلى نفسي طرفة عيني. ഈ ഒരു ദിക്ർ ഒരു പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയ ഒരുപാട് മഹത്വങ്ങൾ അവിടെ നിന്ന് നമുക്ക് കിട്ടുകയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ